ശ്രീമതി നുസ്രത്ത് ജഹാൻ, ഈ ഒരു സർക്കാരിൽ നിന്നും അങ്ങനെ പ്രതീക്ഷിക്കാമോ? സർക്കാർ കറക്റ്റ് കമ്മ്യൂണിസം പറഞ്ഞ സർക്കാരാണെങ്കിൽ അത് ചെയ്യണം. അതാണ് നമ്മളെയൊക്കെ ആഗ്രഹം. പക്ഷെ പലതിലും നമ്മൾ അത് കണ്ടില്ല. അതാണ് നമ്മളെയൊക്കെ ഒരു ആശങ്ക. ഈ ഡെമോക്രസിയുള്ള ഒരു രാജ്യത്ത് എല്ലാവർക്കും തുല്യ അവകാശവും എല്ലാം നടന്നുകൊണ്ട് പോകും. പക്ഷെ കേരളത്തിൽ എത്തുമ്പോൾ മാത്രം ഇതുപോലെയുള്ള സംഘടനകളെ ഉയർത്തെഴുന്നേൽക്കുമ്പോ ഇത് മറ്റുള്ള ജാതിക്കാർക്കല്ല പ്രയാസം, ആ മുസ്ലിങ്ങൾക്ക് തന്നെയാണ് പ്രയാസം. അത് ഒരു ചട്ടക്കൂട് കൊണ്ടുവരിക എന്നുള്ളത് ആർക്കും ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത ചട്ടക്കൂടുകൾ കൊണ്ടുവന്ന് വരുമ്പോൾ മറ്റു മതസ്ഥരെക്കാളും ബുദ്ധിമുട്ടുന്നത് ഈ ഇസ്ലാമിന്റെ അകത്തുള്ളവർ തന്നെയാണ്. ആ ഇസ്ലാമിന്റെ അകത്തുള്ളവരെന്തെങ്കിലും പറയുമ്പോൾ പോലും സർക്കാർ ചിലപ്പോൾ കേൾക്കാൻ തയ്യാറല്ല. മതേതരത്വം പറഞ്ഞിട്ട് അവരെ പറയാൻ പാടില്ല. ആചാരങ്ങൾ അനുഷ്ഠിക്കുക പറയണ നല്ല ആചാരങ്ങൾ അനുഷ്ഠിച്ചു പോവാനേ ഏത് മതവും പഠിപ്പിച്ചിട്ടുള്ളൂ. ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും സുന്ദരമായ ഇവര് അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ ഏറ്റവും നല്ല ടൂറിസവും ഏറ്റവും ഗോഡ്സ് ഓൺ കൺട്രി, ഏറ്റവും നല്ല വായു, ഏറ്റവും നല്ല പ്രകൃതി ഒക്കെ ഉള്ള ഒരു രാജ്യത്തിനെ ഒരു നാടിനെ നമ്മള് വർഗീയതയുടെ കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വർഗീയതയും റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഒക്കെ വരിക ഏറ്റവും നല്ല മണ്ണിലാണ്. അവർക്ക് തണുപ്പ്, കാരണം അതിനൊക്കെ ഒരു പ്രകൃതിയുടെ ഈ ഒരു സൗന്ദര്യവും സൗകര്യങ്ങളും കൂടി ഇതുപോലെയുള്ള ആൾക്കാർ തെരഞ്ഞെടുക്കുന്നുണ്ട്. കാരണം വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും സന്ധ്യയാവും, ഒരു തണുപ്പുള്ള അല്ലെങ്കിൽ മഴക്കാലമുള്ളപ്പോൾ അധികം ആൾക്കാർ പുറത്തിറങ്ങാടുത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ് ഇതുപോലെയുള്ള ആൾക്കാർ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളാണ് ഇതുപോലെയുള്ള ഭീകരവാദികൾ വരുന്നത്. കാരണം ഇപ്പോ പഹൽഗാം സൂത്രധാരൻ എന്ത് പഠിക്കാനാ വന്നത്? ലാബ് ടെക്നീഷ്യൻ പഠിക്കാൻ കേരളത്തിലാ വന്നത്. ആര് കൊടുത്തു? എന്ത് ലാബ് ടെക്നീഷ്യനാ നമുക്ക് അവിടെ വലിയ പഠിക്കാനുള്ള? അമേരിക്കയിൽ തന്നെ പോകണം, അവിടെ ഉള്ളവരൊക്കെ വേറെ സ്ഥലത്ത് പോയി പഠിക്കും. തഹാവൂർ റാണ വന്ന് താമസിച്ചു, ഇന്നും അതെന്താന്ന് നമുക്കറിയില്ല. അപ്പൊ ഇവർക്കൊക്കെ വരാനുള്ള ഒരു വഴി നമ്മൾ എങ്ങനെ വെച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സർക്കാരിനോട് ചോദിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നതല്ലാതെ. കാരണം അങ്ങനെയുള്ളപ്പോ എന്താണ് ഇവരുടെ ഈ ഇൻവെസ്റ്റിഗേഷനും ഈ ടീമും ഒബ്സർവേഷൻ ടീമും വളരെ ശക്തമായിരിക്കണ്ടേ? ഇപ്പൊ അടുത്ത കാലത്താണല്ലോ നമ്മൾ അത് കണ്ടത്. എല്ലാം വരണേ ഇവിടുന്ന് ബോംബ് പൊട്ടിക്കാൻ എലത്തൂരെത്തി ഒരുത്തൻ, ഓനെ ഏതോ സാക്കിർ നായക്കിന്റെ വീഡിയോ കേട്ടിട്ട് ഡൽഹിയിൽ നിന്ന് ട്രെയിനും കയറി അവിടെ എത്തി. അപ്പൊ ഇവർക്കൊക്കെ വരാനുള്ള ഒരു ആഗ്രഹം എല്ലാം കേരളം സുന്ദരമായി നടക്കുന്ന ഒരു രാജ്യത്തിനെ നശിപ്പിക്കുക, അവിടെയുള്ള മനുഷ്യരെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കുക. ഇതൊക്കെ തന്നെയാണ് കാലാകാലങ്ങളിലും ഈ റാഡിക്കലിസ്റ്റ് ആരാണെങ്കിലും അവർ ചെയ്തിട്ടുള്ളതെന്നുള്ളത് നമ്മൾ ലോകത്തിന്റെ എല്ലാ യാഥാർത്ഥ്യം.